ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു. കബറുകളിൽ നിന്നവരോടെഴുന്നേറ്റ് ഉയരേറുന്നു ചണ്ടക്കമ്പാനം ചെയ്യുവാൻ പാതാളത്തിൽ പോകാനായി വീഴാഞ്ഞ എന്നവൻ ജീവിപ്പാനങ്ങൾക്കെട്ട് മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുണിഞ്ഞവത്വം മുറിയോറാകി മേലയുവാതാവേ ദൈവത്തിന്റെ സ്നേഹം നല്ല മാതൃകകളും നല്ല പ്രവർത്തനങ്ങളിൽ കൂടി നമ്മളെ സ്നേഹിച്ച വഴികാണിച്ചാൽ ഈ മൈലക്കാട് കുടുംബത്തിൻ്റെ സജീവ കുടുംബങ്ങളൊന്നായ ഈ കുടുംബത്തിലെ അംഗവും ഇതിൻ്റെ ദീർഘകാല കമ്മിറ്റി മെമ്പറുമായിരുന്ന കുഞ്ഞുവാഞ്ചായൻ്റെ വേർപാട്, അതുപോലെ തന്നെ നല്ലൊരു ഭർത്താവ്, നല്ലൊരു പിതാവ്, നല്ലൊരു സഹോദരൻ, നല്ലൊരു സുഹൃത്ത് എന്നീ നിലകളിൽ കൂടി കുഞ്ഞുവാഞ്ചായൻ്റെ നല്ല പ്രവർത്തനങ്ങൾ ഈ മൈലക്കാട് കുടുംബയോഗത്തിൻ്റെ ആദരവും അനുശോചനങ്ങളും അറിയിച്ചുകൊണ്ട് ഇമ്പങ്ങളുടെ പ്രതീസായി കുഞ്ഞുവാഞ്ചായൻ ദൈവം തമ്പുരാൻ സ്ഥാനം ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കലേവനും മരിക്കും നിർണയം എല്ലാവരും ഒരിക്കലേവനും മരിക്കും നിർണയം എല്ലാവരും ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. ദരിദ്രൻ ധനികൻ വയസ്സൻ ശിശുവും മരിക്കുന്നില്ലയോ ലോകേ.
സമം നരന്റെ ജീവിതം ഉലകിൽ വാടിപ്പൊഴിയും പുഷ്പം പോലവൻ ഓടിപ്പോന്നിഴൽ പോലെ വാടിപ്പൊഴിയും പുഷ്പം പോലവൻ ഓടിപ്പോന്നി. ഈ ഭവനാംഗങ്ങളെ, ദുഃഖത്തിൽ പ്രയാസത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ സമയത്ത് അറിയിക്കുന്നു. മനുഷ്യ ജീവിതത്തിൽ പലപ്പോഴും ഒരു രഹസ്യാത്മകത സൂക്ഷിക്കുന്ന ഒരു സന്ദർഭമാണ് അതിൻ്റെ അവസാനം ഈ ലോകത്തിൽ. ഒന്നാണ് മരണത്തിൻ്റെ സമയവും അതിൻ്റെ കാരണങ്ങളും അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങളും ഒക്കെ. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും സകല മനുഷ്യർക്കും നിയമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. മരണം സുനിശ്ചിതമാണ്, എന്നാൽ അതിൻ്റെ സമയം അനിശ്ചിതമാണ്. അതുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് ഘട്ടങ്ങളിലും മരണം നമ്മെ വിളിച്ചുകൊണ്ടുപോകാൻ തക്കവണ്ണം കഴിയുന്ന ഒന്നാണെന്ന് ജീവിതത്തിൻ്റെ വിവിധ പാഠഭേദങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ്. അതുകൊണ്ട് ജനനം മുതൽ ജീവിതത്തിൻ്റെ അവസാനം വരെ മനുഷ്യനെ കുറിച്ചുള്ള ദൈവഹിതം എപ്പോഴും പൂർത്തിയാക്കപ്പെടുവാൻ തക്കവണ്ണം ഏത് സമയത്തും ഏത് സ്ഥലത്ത് വെച്ചും ദൈവം വിളിക്കുന്ന സമയത്ത് കടന്നു ചെല്ലുവാൻ തക്കവണ്ണം സുസജ്ജരായിരിക്കുവാൻ തക്കവണ്ണമാണ് തിരുവചനം കർത്താവായ യേശുക്രിസ്തു നമുക്ക് നൽകുന്നതായ സന്ദേശം നമുക്ക് നൽകിയിട്ടുണ്ട്. ആ ദൈവഹിതം പൂർത്തിയാക്കപ്പെടുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും ചുമതലയുണ്ട്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പറയും, ഈ ആയുസ്സിൽ മാത്രം നാം പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ നാം സകല മനുഷ്യരും അനിഷ്ടരത്രേ. അതുകൊണ്ട് ഈ ലോകത്ത് നമുക്കൊരു ദർശനമുണ്ട്, ഈ ലോകത്ത് നമുക്കൊരു ചുമതലയുണ്ട്, ഈ ലോകത്ത് നമുക്കൊരു ജീവിതമുണ്ട്, ഈ ലോകത്ത് നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വം നമുക്ക് ലഭിക്കുന്ന ആയുസ്സിൽ ചെയ്തു തീർക്കുവാനുള്ള ദൈവവിളി നമുക്ക് ഏറ്റെടുത്ത് നിർവഹിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. തീർച്ചയായും ദൈവവിളിയുടെ ശബ്ദം കേട്ട് ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ഈ കൊച്ചുമോൻ ചൈനയെ അല്ല കൊച്ചുമോനെ ഓർക്കുമ്പോൾ, ഞാൻ ഒരേ പ്രായക്കാരാണ്, ഓർക്കുമ്പോൾ എനിക്ക് വളരെയധികം സ്നേഹം, വളരെയധികം അടുപ്പം എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. കാരണം നമുക്ക് കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളും പിറകെ ഈ നിത്യപ്രത്യാശ കടന്നു വരുമ്പോൾ ദൈവം താൻ അവന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊക്കെ തുടച്ച് കളയും. അവർ ദുഃഖവും ദുരിതവും ഒക്കെ മാറിപ്പോകും. സന്തോഷം സ്ഫരിക്കുമ്പോൾ നിത്യസന്തോഷത്തിന്റെ ഭാഗത്തിലേക്ക് അടുത്തു വരുവാൻ തക്കവണ്ണം നമുക്ക് ഓരോരുത്തർക്കും കർത്തദാസനോടൊപ്പം ഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഓർക്കുകയും എല്ലാ പ്രാർത്ഥനകളും എല്ലാ അനുശോചനങ്ങളും അറിയിക്കുകയും ചെയ്തുകൊണ്ട് വാക്കുകൾ ചുരുക്കും. ദൈവം നമ്മെ ആശ്വസിപ്പിക്കുക. ദൈവനാമം ബോധപ്പെടുമാറാവട്ടെ. വന്ധ്യരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഈ ഭൂമിയിൽ ദൈവം അനുവദിച്ച ആയുസ് പൂർത്തിയാക്കി ഈ പ്രിയ സഹോദരൻ നമ്മിൽ നിന്ന് ശാരീരികമായി വേർപെട്ട് ദൈവസന്നിധിയിലേക്ക് യാത്രയായിരിക്കുകയാണ്. നമുക്കറിയാം, പ്രിയപ്പെട്ടവരെ സംബന്ധിച്ച് എല്ലാവർക്കും വളരെ സ്നേഹം പകർന്നു കൊടുത്ത ഒരു വ്യക്തിത്വമായിരുന്നു. കുടുംബത്തിലും സഹപ്രവർത്തകരിലും അതുപോലെ പ്രവർത്തന മേഖലയിലുമെല്ലാം ഹൃദയപൂർവമായ ഇടപെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ അവരുടെയൊക്കെ ഹൃദയങ്ങളിൽ ഈ വിയോഗം വലിയ ഒരു ദുഃഖം സമ്മാനിക്കുന്ന അനുഭവമാണ്. 64 വർഷക്കാലം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുവാനും അതിൻ്റെ അന്ത്യത്തിൽ ദൈവം വിളിച്ചപ്പോൾ
ദൈവസന്നിധിയിലേക്ക് ഈ പ്രിയപ്പെട്ട ചോദിച്ചാൽ യാത്രയായി. തീർച്ചയായും ദൈവനമ്പുരാൻ തൻ്റെ ഇമ്പങ്ങളുടെ വെറുതീസ് ഈ ആത്മാവിനെ സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സഹധർമ്മണി ജെസ്സി, ആൻറ്റി, അതുപോലെ മക്കൾ ജോജിയും മെലീസയ്ക്കും ഒക്കെ ഇത് സ്വീകരിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ മോളെ വിവാഹം ചെയ്തിരിക്കുന്ന ഞങ്ങളുടെ സഹോദരനും കുറ്റിപ്പുറത്ത് കുടുംബത്തിലെ ഒരു അംഗവുമായ റെജിയുടെ മോനാണ്. കുറ്റിപ്പുറത്ത് വടക്കേക്കരക്കാട് നിർത്തൽ കുടുംബയോഗത്തിൻ്റെ അനുശോചനം ഈ സമയത്ത് അറിയിക്കുക. ക്രിസ്തീയ പ്രത്യാശയിൽ ആണ് നാം എല്ലാവരും എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മോട് പറയും. യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മരിച്ച് അടക്കപ്പെടുന്നവർക്ക് ക്രിസ്തുവിലുള്ള ജീവിതം വീണ്ടും ഉണ്ട് എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം കർത്താവിനെ എതിരേൽപ്പാൻ ആകാശമേഖലകളിൽ എടുക്കപ്പെടും എന്ന് വേദപുസ്തകം നമ്മോട് പറയുന്നു. വലിയ പ്രത്യാശയോടുകൂടിയാണ് നാം ഈ സഹോദരനെ യാത്രയാക്കുക. അതുകൊണ്ട് നമുക്ക് ദുഃഖിക്കാനില്ല, നമുക്ക് ആശ്വസിക്കാം, നമുക്ക് ഈ പ്രിയപ്പെട്ടവരുടെ പേർക്ക് പ്രാർത്ഥിക്കാം, ദൈവത്തിൻ്റെ വചനത്താൽ അവരെ ആശ്വസിപ്പിക്കാം, അതുപോലെ ധൈര്യപ്പെടുത്തുവാൻ കൊണ്ടും ദൈവം ശക്തനാണ്. കാനം സെന്റ് മേരീസ് ദേവാലയത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇപ്പോൾ ആശ്വാസവാക്കുകൾ ചെയ്തു കൊടുക്കും. യേശുയത്ര നല്ലവൻ, പൊന്നേശുയത്ര നല്ലവൻ, യേശുയത്ര നല്ലവൻ, പൊന്നേശുയത്ര നല്ലവൻ, ധൂളിയാമി എന്നെ സ്നേഹിച്ച് യേശുയത്ര നല്ലവൻ, ധൂളിയാമി എന്നെ സ്നേഹിച്ച് യേശുയത്ര നല്ലവൻ. പേരു ചൊല്ലി യേശു നിന്നെ എപ്പോഴും വിളിക്കുന്നു, പേരു ചൊല്ലി യേശു നിന്നെ എപ്പോഴും വിളിക്കുന്നു. കേൾക്കുമോ അവന്റെ ശബ്ദം, യേശു എത്ര നല്ലവൻ, കേൾക്കുമോ അവന്റെ ശബ്ദം, യേശു എത്ര നല്ലവൻ. പ്രിയ കൊച്ചുമോനുമായിട്ട് എനിക്ക് വർഷങ്ങള് ബന്ധമുണ്ട്. ഇപ്പോൾ പുള്ളിയുടെ മാതാവ് കാലം സെന്റ് മേരീസ് യാക്കോബാസിലെ ചർച്ചിൽ അംഗമായിരുന്നു. ആ പ്രത്യാശയെ പുള്ളിക്കാരെല്ലാം എനിക്ക് അവിടെ വരുമ്പോഴൊക്കെ ഞങ്ങളുടെ ദേവാലയത്തിൽ വരികയും ഞങ്ങളുടെ പെരുന്നാളിൽ സംബന്ധിക്കുകയും വളരെ ആത്മാർത്ഥമായി ഞങ്ങളെ സ്നേഹിക്കുകയും ചെയ്ത ഒരു വ്യക്തിത്വമായിരുന്നു കൊച്ചുമോന്റെ എന്ന് ആദ്യം ഓർപ്പിക്കട്ടെ. അതുപോലെ തന്നെ ഈ പ്രിയ കൊച്ചുമോൻ കൊടുത്തിട്ട് 2 കുഞ്ഞുങ്ങള്, പ്രിയ മാതാവ് ഭാര്യ, അവർക്ക് വന്നിരിക്കുന്ന ദുഃഖത്തിൽ ഞങ്ങളുടെ ഇടവയ്യായിട്ട് ദുഃഖിക്കുന്നു, വ്യക്തിപരമായിട്ട് ദുഃഖിക്കുന്നു. ഈ സമയത്ത് ഞങ്ങളുടെ അനുശോചനമായിട്ട് അറിയിക്കണമെന്ന് ഞങ്ങളുടെ ബഹുമാനപ്പെട്ട വിനോയ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ സ്കൂളിൽ അധ്യാപകനാണ്. അച്ഛൻ വരാൻ സാധിക്കാത്തതിന്റെ പേരാണ് വരാഞ്ഞത്. അച്ഛൻ്റെ ദുഃഖം ആദ്യം തന്നെ അറിയിക്കട്ടെ, അനുശോചനം അറിയിക്കട്ടെ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഇടവകയുടെയും വ്യക്തിപരമായി എൻ്റെ പേരിൽ ഇവിടെ ദുഃഖം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്ക് നിർത്തുന്നു. ദൈവം നമ്മളെ ധാരാളമായി കാക്കട്ടെ. നാം സ്നേഹിക്കുകയും നമ്മെ സ്നേഹിക്കുകയും ചെയ്ത ഒരു പ്രിയപ്പെട്ട സഹോദരനെ യാത്രയിൽപ്പാനാണ് നാം ഇവിടെ സന്നിധനായിരിക്കുന്നത്. ഏകദേശം 1 വർഷവും 1 മാസത്തെ പരിചയം മാത്രമേ ഈ പ്രിയ പിതാവുമായിട്ട് വ്യക്തിപരമായിട്ട് എനിക്കുള്ളൂ. എങ്കിലും കണ്ടതും മനസ്സിലാക്കിയതുമായതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഭാഗ്യകരമായ മരണം, അത് ഒരു ക്രിസ്ത്യാനിക്ക് ഉചിതമായ നല്ല അവസാനത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമെന്ന് പ്രാർത്ഥനയിൽ, ഹോസോയ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നത് പോലെ ദൈവം ഒരുക്കിയത് നല്ല ഒരു മരണമാണ്. ദൈവസന്നിധിയിലേക്കുള്ള യാത്ര. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ കർത്തൃദാസന്റെ സഹോദരൻ പള്ളിയിലെത്തി വിശുദ്ധ കുർബാന ചൊല്ലിച്ച് പ്രിയപ്പെട്ട സഹോദരന് തൈലാഭിഷേക ശുശ്രൂഷ നൽകണം, കുർബാന നൽകണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനൊരുങ്ങി പള്ളിയിൽ തന്നെ വരികയും പള്ളിയിൽ കസേരയിൽ ഇരുത്തി
തൈലാഭിഷേക ശുശ്രൂഷ നൽകി വിശുദ്ധ കുർബാന നൽകി ഈ പ്രിയ പിതാവ് സന്തോഷത്തോട് വളരെ സ്നേഹത്തോട് പള്ളിയുടെ നടയിറങ്ങുന്നത് എൻ്റെ മനസ്സിൽ ഉള്ള ഒരു ചിത്രമാണ്. കാരണം അധികം ആരും ആവശ്യപ്പെട്ട് സ്വീകരിക്കുന്ന ഒരു കൂദാശയല്ല തൈലാഭിഷേക ശുശ്രൂഷ. പലർക്കും ഭയം ഉണ്ട് തൈലാഭിഷേകം എന്ന് കേൾക്കുമ്പോൾ. എന്നാൽ എൻ്റെ രോഗത്തിന് പൂർണ്ണ സൗഖ്യം ലഭ്യമാകാൻ വേണ്ടിയാണ് എന്ന ഉത്ബോധം അത് ഹൃദയത്തിൽ ഉള്ളതുകൊണ്ട് ഈ പ്രിയ പിതാവ് തന്നെ സഹോദരനെ എൻ്റെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയായിരുന്നു. ഞങ്ങൾക്ക് 2 വൈദികർക്കും മരണത്തിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഈ പ്രിയ പിതാവിനെ അടുത്ത് ആദരവോട് പ്രാർത്ഥന അർപ്പിക്കുവാൻ അവസരം ലഭിച്ചതും സന്തോഷത്തോട് ഈ സമയത്ത് സ്മരിക്കുകയാണ്. എനിക്ക് അനിവാര്യമാണെന്ന യാഥാർത്ഥിക ചിന്ത ഈ പ്രിയ പിതാവിൽ അന്തർലീനമായിരുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരുള്ള ഗുരുവാണ് ശേക്സ്പിയർ. അദ്ദേഹം ഒരിക്കൽ ചോദിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്താണ്? ശിഷ്യർ പലതരം മറുപടികൾ പറഞ്ഞു. പക്ഷെ ഒരു മറുപടിയിലും ആ ശ്രേഷ്ഠ ഗുരു സന്തുഷ്ടനായില്ല. അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഞാനും മരിക്കേണ്ടവനാണെന്നുള്ള ബോധം ഇല്ലാതെ മനുഷ്യർ ജീവിക്കുന്നു എന്നതാണ്. അഹന്തയിലും അഹങ്കാരത്തിലും വലിയ ഭാവത്തിലും ധനത്തിന്റെ മഹത്വത്തിലും വിദ്യാധനത്തിന്റെ ശ്രേഷ്ഠതയിലും പുകഴുന്ന മനുഷ്യൻ നാളെ അടുത്ത നിമിഷം ഇഹത്തിൽ നിന്നും കടന്നു പോകേണ്ടവരാണെന്ന യാഥാർത്ഥിക ബോധം ഇല്ലാതെ ജീവിക്കുന്ന അവസ്ഥ. രണ്ടാമത്, നാളത്തെ ഒരു സുന്ദരമായ പ്രഭാതമുണ്ട് എന്നുള്ള ക്രിസ്തീയ വിശ്വാസം തന്നെയല്ല, അത് വചനം പഠിപ്പിക്കുന്നതും അങ്ങനെ തന്നെയാണ്. നാളെ ഒരു പ്രഭാതമുണ്ട്. ആ പ്രഭാതത്തിൽ ചേതന അറ്റ കതിരുകളായിട്ടല്ല, ചേതന ഉറ്റ കതിരുകളായി ശോഭയോട് ഉയർന്നു വരുന്ന സൂര്യനെ പോലെ നിത്യ സൂര്യനാകുന്ന ക്രിസ്തുവിന്റെ മുമ്പാകിൽ ഓരോ ഭക്തനും എഴുന്നേൽക്കേണ്ട സന്ദർഭം അടുത്തു വരികയാണ്. അതിനേക്കുള്ളൊരു മുൻസൂചന, മുൻകുറിയാണ് ഈ പ്രിയ പിതാവ് നമുക്ക് കാട്ടിത്തരുന്ന 2ാമത്തെ സൂചന. നാളത്തെ പ്രഭാതത്തിൽ ഞാനുമുണ്ട് എന്ന് പറയാനാണ്. നമുക്ക് ഈ പ്രിയ പിതാവിനോട് പറഞ്ഞു വിടാൻ ഒരു സത്യമുണ്ട്. പ്രിയ പിതാവേ, അങ്ങയുടെ ആ അനശ്വര വീതിയിലൂടെ നടന്നു വരുവാൻ ഞങ്ങൾ പിന്നാലെയുണ്ട്. ഞങ്ങളിൽ ആരാണ് ഇനിയും ആദ്യം ആ വഴിത്താറ ചവിട്ടുന്നതെന്ന് അറിയത്തില്ല. അത് ഞങ്ങളെ അങ്ങ് ആരാധിക്കുന്ന നിത്യതയിലേക്ക് എത്തിക്കും. വന്ദനായ പൗലോസ് അച്ഛൻ തന്റെ വചനത്തിൽ പറഞ്ഞത് നിങ്ങൾ ഒരു പക്ഷേ ശ്രദ്ധിച്ചു കാണും. 1 കൊരിന്ത്യർ 13-ാം അധ്യായം 14-ാമത്തെ വാക്യം, അംശമായി നിങ്ങൾ ഇപ്പോൾ അറിയുന്നു, പൂർണ്ണമായത് അനുഗ്രഹിക്കട്ടെ. എല്ലാ അനുശോചനങ്ങളും ഇടവയ്ക്ക് വേണ്ടി അറിയിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. നമുക്ക് എഴുന്നേൽക്കാം. നമുക്ക് അനുകൂലമായ കാലാവസ്ഥയാണ് ദൈവം നൽകിയിരിക്കുന്നത്. ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിച്ച് ഈ പ്രിയ പിതാവിനെ നമുക്ക് പ്രാർത്ഥിച്ചിടുമ്പോൾ ഓർത്തിടേണം നാം ആശ്വാസം നിത്യം പ്രാപിച്ചിടാനായി ത്രോണോസിന്മേൽ പേരോർത്തിടേണം നാം. ജീവിപ്പി
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 സ്തുതി. വാഴ്ത്തപ്പെട്ടവനാകുന്നു സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്ത നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുരിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരവും പ്രാർത്ഥനയും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിനക്ക് സ്തുതി. സൃഷ്ടിതാവേ നിനക്ക് സ്തുതി. പാപികളായ ഞങ്ങളോട് രാജാവേ നിനക്ക് സ്തുതി. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്റെ തിരുനാമം പരിശുദ്ധമാക്കണമേ. എന്റെ രാജ്യം വരണമേ. ഇഷ്ടം സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടപ്പാട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ അതിന്റെ ഞങ്ങളെ രക്ഷയുള്ളണമേ. രാജ്യവും ശക്തിയും മാത്രവും നിനക്കുള്ളതാകുന്നു. ആമേൻ. നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോട് സ്ത്രീകൾ നീ വാഴ്ത്തപ്പെട്ടവളാകുന്നു. ഉദരഫലമായ കർത്താവായ യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണ സമയത്തും നമ്മുടെ അപേക്ഷയുള്ളണമേ. ആമേൻ. ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും ണമേ. ഞങ്ങൾ സങ്കേതം പ്രാപിച്ചുകൊണ്ട് നിന്റെ കർത്തകൽപ്പന പ്രകാരം നിന്നെ പ്രാപിച്ചിരിക്കുന്നു. ഈ ആത്മാവിന് വേണ്ടി അപേക്ഷിക്കുന്നു. കർത്താവേ ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും അദൃശ്യമായ അന്ധകാര സേനകളിൽ നിന്നും ഇവനെ സംരക്ഷിച്ച് നീതിമാന്മാരുടെ കൂട്ടത്തിൽ രക്ഷാസ്ഥാനത്ത് ചെന്നു ചേരുവാനും നിന്റെ വിശുദ്ധന്മാരോട് ഒരുമിച്ച് എന്നേക്കും വസിക്കുവാനും ഇവനെ സംഗതിയാക്കണമേ. സംരക്ഷകനാം നാഥാദേവ ൂയാരാവും പകലും തിരുമുമ്പിൽ കേണേ. ഭോഗത്തിൻ പ്രാർത്ഥന നിൻ സവിധാ എന്നുയിർ പാതാളം പോകേ. സൗഭാഗ്യം നിങ്ങൾക്കുദ്ധാനത്തിനാളിൽ ഉൾക്കൊണ്ടോരുയിരും തിരുവയും മോചനമേകും തിരുരക്തമതും നിങ്ങളെ നിർത്തിയിടും പല ഭാഗേ സ്തൗബങ്കാലോ. നാം എല്ലാവരും പ്രാർത്ഥിച്ച കർത്താവിനോട് കരുണയും ദയയും യാചിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും ഒരു നാളും മാഞ്ഞുപോകാത്ത നല്ല ഉന്നതിയും നിത്യവും ഇടപെടാതെ അർപ്പിപ്പാനടിയങ്ങൾ യോഗ്യരായി തീരണമേ.
മരിച്ചുപോയവരെ ജീവിപ്പിക്കുന്നവനും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവനും ന്യായാധിപന്മാരുടെ ന്യായാധിപതിയുമായ കർത്താവിന് സ്തുതി. തന്റെ ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷ നിർവഹിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും അടിയങ്ങളായുസോടുകൂടി ഇരിക്കുന്ന ദിവസങ്ങളൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും തനിക്ക് യോഗ്യമാകുന്നു. ഉണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവരും എന്നേക്കും നിലനിൽക്കുന്നവരും തന്റെ പിതാവിന്റെ മൗതത്തിൽ വിശുദ്ധ മാലാഖമാരോടുകൂടെ വരുവാനിരിക്കുന്നവരുമായ വിഷയാതമ്പുരാനെ സംഖ്യാതീതമായ ദിനങ്ങളും കിടങ്ങളും പതിനായിരങ്ങളും തിരുമുൻപാകെ പരിഭ്രമിച്ച് വരച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോബീന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയമായ മേഘങ്ങൾ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോകുകയും പാതാളം നശിച്ചു പോകുകയും ആദിഭൂതങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ്വശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവുന്നതിനെയും സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവന് പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമായ അവിടുത്തെ സിംഹാസനത്തിന് മുൻപാകെ വന്നുകൂടുകയും ചെയ്യുന്നു. ആവശ്യമിരിക്കുന്ന ഈ ദാസനെ എന്റെ വലതു ഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവരും എന്നിൽ ഞാൻ അവനിൽ വസിക്കുന്നു. അവസാന ദിവസത്തിൽ ഞാൻ അവനെ ഉയരത്തിലേൽപ്പിക്കുമെന്ന് ജീവനുള്ള തിരുവായുള്ള അവരുടെ ചെയ്തിട്ടുള്ള വചനം ഞങ്ങളിലും ഈ ദാസനിൽ നിറവേറണമേ. ഞങ്ങളും ഞങ്ങളുടെ പരേതനും നിന്റെ വലതു ഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവും പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയേറ്റുകയും ചെയ്യുവാനാകണമേ. ഓശോ വബക്കുല സുബ്ഹാനഹുൽ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഒന്നേക്കും നാം പ്രാപിക്കുമാറാകട്ടെ. മരണം ബാധിക്കില്ലെന്നേവം മശിഹാനിദ്ര വശരായോർ തിരുസന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുന്ന ഈ സഹോദരന് വേണ്ടി സമയത്ത് ഞങ്ങൾ അണച്ചിരിക്കുന്ന ഈ രൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയമായ വാസസ്ഥാനങ്ങളിൽ ഇതിനെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുനമ്പാകെയുള്ള പ്രശ്നയ്ക്ക് നിന്റെ ദാസിയെ അർഹനാക്കുകയും ചെയ്യണമേ. നുകരുന്നോനു കടും കൈപ്പാണി മാരണകാസ വലികജവം പാമുടയോ ഇന്നേ ആരായും ചൊല്ലും നേരം പാരം ഘോരം ഖേദകരം കണ്ണീർ കവിളിൽ ഒഴുകിക്കൊണ്ടോ ശാന്തിയോട് ഭാരത്തോടും താനുവേ ദിവസീയ ഹല്ലേലൂയ ദേശികരൻ ദൈവം ചൊന്നീടും ആൾവെട്ടുടയോൻ വിട്ടതിനാൽ നിൽപ്പാത്തരമില്ല പ്രേഷിതനെന്നോ ദേവം ഭാഷിച്ചു ആലയവാസം കൈവെടിയുക വരിക കർത്താവരുടെയതാൽ വരെയും ഞാൻ വേവിയതാകും മോഹന നശ്വര മന്ദിരമേ വാഴശുഭ
വഴി യാത്രയിലും ജഗതി പോഷകനെ പശിയിൽ നീയൻ പോറ്റി ഞാനെരിയരുതേ നിന്തരുരുധിരങ്ങൾ എന്തരുവീതോ വാസന വീശുമ്പോൾ മാമോദി സൈനിക്കോർത്താൽ ഒന്നാത്തൊരു എന്തുപകാരമെനിക്കേകും ധനസമ്പാദ്യങ്ങൾ വിധി നിലയത്തിൽ ചോദിക്കും സുഹൃതം ചെയ്തെന്നാകിൽ ഫലമുളവായേനെ വാസസ്ഥലവും ധനവും ഞാനുടമസ്ഥർക്കേകി ഭീകരസിംഹാസന സമിതം പോകുന്നേരന്റെ ഹല്ലേലൂയ ചെയ്തികളറിയിപ്പാൻ ഉപയോടാകെ മേലയിലുവാധാരെ ആർദ്രതയാൽ നാഥാദേവ ദാസനേകളവേ പുണ്യം മഹിമോദയ നാൾ തന്നിൽ നിർത്തണമേ വലമായി വരെ രക്ഷിപ്പാൻ വന്നോർമശിഹ നീനൻ നിൻ ശ്രീപായാടൻ ദൈവം എൻ വേർപാടാസന്നം ഞാൻ നിങ്ങളിൽ നിന്നീപ്പോൾ നീങ്ങും വേർപാടേകിയ ദൈവത്തെ ഓർത്തന്നെ ഓർപ്പിൽ നിങ്ങൾ വത്സലരെ ശാദ്യാവാഴ്വിൽ താതന്മാരെ പ്രാർത്ഥിപ്പിൻ ഞാനിപ്പോൾ ദൈവം ചൊല്ലും സ്ഥാനം നോക്കി പോകുന്നു കേൾക്കുക ദേവാനിൻ ശരണേ നിദ്രയിലായോരാത്മത്തെ നിൻ കൃപ ശോഭിക്കും നാളിൽ നിർത്തണമേ വലമായി വരെ ആർദ്രതയാൽ നാദാദേവ ദാസന്നേ ഗണമേ പുണ്യം നിൻമഹിമോദയ നാൾ തന്നിൽ അതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യൂ ഹല്ലേലൂയ കൊക്കുന്നിത് വയലിൽ പോ ചെടി പോലെ പാറയ്ക്കുമോ ജീവാസുരമതുടർത്തണമേ കബറിനുദ്യാനത്തില്ല സൗവൻകാലോസ് കുറിയേലായിസോ ഗാത്രത്തെ ഭക്ഷിച്ചും നിന്നിലൂടെ പാനം ചെയ്തു മൃതരായോരേ നാശം നീങ്ങി ജീവിപ്പി അണിയണം നിന്നെ നോക്കും അവരിൽ നീ പാർക്കുമോ മൃതരെ ജീവിപ്പി
മേലാഘോഷിതനായിടുന്നു ദൈവനാഥൻ മുൻകൊമ്പിൽ നാദം കേട്ടിട്ട് അങ്കിയണിഞ്ഞെതിരെ പോയിടുന്നു അതിന്റെ വരതത്വത്തെ കൊണ്ടാടി മരിച്ചോരും കൈക്കൊണ്ട് അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ ോടെ പ്രാർത്ഥിക്കണമേ. ഒന്നുകൊണ്ട് വെറുതെ മരിച്ചവരെ അനുഗ്രഹമാക്കുന്ന ഞാൻ വാഴ്ത്തപ്പെട്ടവനാണ്. ശരീരങ്ങളുടെ ആത്മാക്കളെ ശരിയായ നിലവിടെ ചുമതലമാറാകണമേ. അവിടുത്തെ പറ്റുള്ള ശുശ്രൂഷകളിലൂടെ അവസാനിച്ചിരിക്കുന്നു. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. ചെയ്തു തീർത്തു ഞാനെൻ പ്രയാണം പൂർത്തിയാക്കി. നിങ്ങളെ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. നിങ്ങളെ മാർഗങ്ങൾ പിന്തുടർന്ന സൗഭാഗ്യമെങ്ങും തെളിഞ്ഞു നിൽക്കും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. കന്യാമറിയത്തിൻ നിർമ്മലരാ മക്കളായി ഭൂമിയിൽ ജീവിക്കുവിൻ. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. ആപത്തിൽ വീഴാതെ സർവേശ്വരൻ സന്തതം നിങ്ങളെ കാത്തുകൊള്ളും. പോകുന്നു ഞാനെൻ വത്സലരേ, അന്തിമയാത്ര പറഞ്ഞിടുന്നു. കേഴേണ്ട കണ്ണീർ ചൊരിഞ്ഞിടേണ്ട, സ്വർഗം പോകുവാൻ പോകുന്നു ഞാൻ. എനിക്കായൊരു മോക്ഷവീട് ഇന്തലകന്നു ഞാൻ വാഴുമെന്ന് ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതനുണ്ട്. കൂടാരമാ
അമ്മയും ഭവനം വിട്ടകന്നാലെനിക്കേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷ വീട്ടിൽ വേഗമായിട്ടങ്ങു ചെന്നു ചേരും. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്നലകുന്നു ഞാൻ വാഴുമങ്ങ്. കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിലെന്നെയങ്ങ്. ഒട്ടുനാൾ കണ്ണുനീർ പെട്ടതെല്ലാം പെട്ടെന്നു നീങ്ങിടുമേ തിട്ടമായി. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്നലകുന്നു ഞാൻ വാഴുമങ്ങ്. പോകാനിരിക്കെന്റെ രക്ഷകന്റെ രാജ്യമതിനുള്ളിൽ വാസം ചെയ്യാം. രോഗം ദുഃഖം പീഡയൊന്നുമില്ല, ദാഹം വിശപ്പുമൊന്നുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്നലകുന്നു ഞാൻ വാഴുമങ്ങ്. ഈ വിധമായുള്ള വീട്ടിനുള്ളിൽ പാർക്കുവാനെന്നുള്ളം വാഞ്ചിക്കുന്നു. എന്നു ഞാൻ ചെന്നു ചേരുമതിൽ പിന്നിടലിക്കാപത്തൊന്നുമില്ല. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്നലകുന്നു ഞാൻ വാഴുമങ്ങ്. നൊടിനേരത്തേക്കുള്ള ലഘുസങ്കടം അനവധി തേജസ്സിൻ ഭാഗ്യം തന്നെ. കണ്ണിനു കാണുന്നതൊന്നുമില്ല, കാണപ്പെടാത്തൊരു ഭാഗ്യം തന്നെ. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്നലകുന്നു ഞാൻ വാഴുമങ്ങ്. ദൈവമുണ്ട്, അങ്ങ് പുത്രനുണ്ട്, ആത്മാവുണ്ട്, ദൈവദൂതരുണ്ട്. ഉണ്ടെനിക്കായൊരു മോക്ഷ വീട്, ഇന്നലകുന്നു ഞാൻ വാഴുമങ്ങ്. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ
പതിതൻ പടികൾ കയറുമ്പോൾ തുണ തരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിൽ എന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. ശോഭയേറുമോർ നാടുണ്ടത് കാണാനേ ദൂരെ വിശ്വാസത്താ. താതൻ വാസം നാമോർത്തി നിൽക്കുന്നുണ്ടക്കരെ കാത്തതാ. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്. വേഗം ചേർന്നിടും ഭംഗിയേറിയ തീരത്ത്.
ും
സ്വാഭാവികമായ ദുർബലതയിൽ കഴിവുകൊള്ളണമേ. ഞങ്ങളുടെ വിളിക്കപ്പെട്ടിരിക്കുന്ന നാമത്തെയും നിന്റെ മഹാകരുണയെയും ഞങ്ങളുടെ നോക്കണമേ. നമ്മുടെ വർഗത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയുണ്ടായ പുത്രത്തെ പൂജനീയമായ അനുഭവങ്ങൾ നിന്നോട് അപേക്ഷിക്കുമാറാകണമേ. നിന്റെ ഉദിക്കുമാറാകണമേ. ഇവൻ വിശ്വസിച്ചതായ ജയമുള്ള ശ്രീമായവനും വിശുദ്ധന്മാരുടെ സമൂഹത്തിൽ വസിപ്പിക്കുന്ന പ്രകാശത്തിന്റെ ലോകമായി തീരണമേ. ഞങ്ങളുടെ വംശശത്രുവായ സാധാരണ ദുർമോഹം നിറവേറാതെ ഉണ്ടാകുമാറാകണമേ. ഇതിന്റെ ദാസന കോട്ടയമണിയായും ആവൽക്കാരനും സഹായമായിരിക്കണമേ. അവിടെ ആനന്ദമില്ലാത്തതായ നിന്റെ മഹിമയെ തിരുപ്പനാനന്ദിക്കുമാറാകണമേ. അബ്രഹാമിന്റെ വഴിയിൽ ആശ്വസിച്ചുകൊണ്ട് എല്ലാ ദുഃഖങ്ങളും ക്ലേശങ്ങളും കഷ്ടതകളും വിസ്മരിക്കുവാനുള്ള സമ്മതിയാക്കിയാലും അന്ധകാരത്തിന്റെ ദുഷ്ടശൈലികൾക്ക് വിധേയമാകാത്ത സമാധാനപരമായ പുറപ്പാട് ഞങ്ങൾ അനുഭവിക്കുവാനാകണമേ. കർത്താവേ, കരുണയോടെ സൂക്ഷിച്ചു വിലപിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും നിന്റെ സ്തുതിക്കുന്നവർക്കും അവനവനെ അർച്ചയായിരിക്കുന്നവരും നീ ശരണവും പ്രത്യാശയുമായിരുന്നുണ്ട്. അവിടെ മുഖത്ത് നിന്ന് ഭൂമിയിരിക്കുകയാണമേ. ദൈവമേ, യാത്രയായി സുരക്ഷവും അഗ്നിയുമായ അവിടുത്തെ പ്രത്യക്ഷതയെല്ലാം കൊണ്ടിരിക്കുന്നവരുമായ നമ്മുടെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരി സഹോദരന്മാർക്കും വഹിക്കുന്നവർക്കും ഞങ്ങളെ എല്ലാവരെയും വഹിച്ചിരിക്കുന്നതിന്റെ ആത്മീയമായ ഭവനങ്ങളും ശുദ്ധന്മാരോടുകൂടെ ആത്മാസം നടക്കണമേ. ആ പ്രത്യക്ഷതയെ ഹിതമായ പ്രസന്ന മുഖങ്ങളോടുകൂടെ Say
മനുഷ്യന്റെ ശരീരം ഒന്ന്, മൃഗങ്ങളുടെ ശരീരം മറ്റൊന്ന്, പക്ഷികളുടെ ശരീരം വേറൊന്ന്, മത്സ്യങ്ങളുടെ ശരീരം വേറൊന്ന്. സ്വർഗീയ ശരീരങ്ങളുണ്ട്, ഭൗമിക ശരീരങ്ങളുമുണ്ട്. എന്നാൽ സ്വർഗീയരുടെ തേജസ്സൊന്ന്, ഭൗമികരുടെ തേജസ് മറ്റൊന്ന്. സൂര്യന്റെ തേജസ്സൊന്ന്, ചന്ദ്രന്റെ തേജസ് മറ്റൊന്ന്, നക്ഷത്രങ്ങളുടെ തേജസ് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിന് വ്യത്യാസമുണ്ട്. അപ്രകാരം തന്നെയാകുന്നു മനുഷ്യരുടെ പുനരുദ്ധാനവും. നശ്വരനെ വിളിക്കപ്പെടുന്നു, അനശ്വരനെ ഉദ്ധാനം ചെയ്യുന്നു. ഹീനമായി വിളിക്കപ്പെടുന്നു, മഹത്വത്തോടെ ഉദ്ധാനം ചെയ്യുന്നു. ബലഹീനതയോടെ വിളിക്കപ്പെടുന്നു, ബലിഷ്ഠതയോടെ ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരം വിളിക്കപ്പെടുന്നു, ആത്മീയ ശരീരം ഉദ്ധാനം ചെയ്യുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. ആദ്യ മനുഷ്യനായ ആദാം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവുമായി. എന്നാൽ ആദ്യം ആത്മീയനല്ല, ഭൗതികനാണ് ഉണ്ടായത്. ആദ്യ മനുഷ്യൻ ഭൂമിയിൽ നിന്നാണ് ഉണ്ടാക്കപ്പെട്ടവരും രണ്ടാമത്തെ മനുഷ്യൻ സ്വർഗീയനായ കർത്താവുമാകുന്നു. ഭൂമിയിൽ നിന്നുള്ളവരെ ഇരിക്കുന്നു. അങ്ങനെ തന്നെ ഭൗമികനും സ്വർഗത്തിൽ നിന്നുള്ളവൻ എങ്ങനെയോ അങ്ങനെ തന്നെയായിരിക്കും സ്വർഗീയനും. ഭൗമികന്റെ സാദൃശ്യം നാം ധരിച്ചതുപോലെ തന്നെ സ്വർഗീയന്റെ സാദൃശ്യവും നാം ധരിക്കും. എന്നാൽ എന്റെ സഹോദരന്മാരെ, ജഡരത്നങ്ങൾക്ക് സ്വർഗരാജ്യം അർഹിക്കാവുന്നതല്ല, നശ്വരമായ നശ്വരത്തെ അർഹിക്കാവുന്നതെന്നും ഞാൻ പറയുന്നു. ഇതാ ഞാനൊരു രഹസ്യം നിങ്ങളോട് പറയുന്നു. നാം എല്ലാവരും നിന്റെ പ്രാപിക്കുകയില്ല. അവസാന കാലം നോക്കുമ്പോൾ കണ്ടു വായിക്കാത്ത വേഗത്തിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും. മരിച്ചവർ അക്ഷയമായി പുനരുദ്ധാനം ചെയ്യുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. എന്തെന്നാൽ നശ്വരമായത് അനശ്വരതയും മർത്യമായത് അമർത്യതയും ധരിക്കുവാൻ പോകുന്നു. ദൈവത്തിന്റെ ജീവനുള്ള വചനങ്ങളെ നാം കേൾക്കണം. ലോകത്തിന് ജീവൻ ഘോഷിക്കുന്നവനായ ശുദ്ധമുള്ളവനായ രക്ഷാസുവിശേഷത്തിൽ നമ്മുടെ കർത്താവിന്റെ പൂർണ്ണമായ സംഭവിച്ചു. ഞാൻ സത്യമായും സത്യമായും നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്യുന്നതായി കാണുന്നതല്ലാതെ പുത്രനെ സ്വന്തമായി ചെയ്യുവാൻ കഴിയില്ല. എന്തെന്നാൽ പിതാവ് ചെയ്യുന്നവരെ അപ്രകാരം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവ് തന്നെ പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതെല്ലാം അവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ അത്ഭുതപ്പെടുവാനായിട്ട് അവയിൽ ഉപരിയായിട്ടുള്ള പ്രവൃത്തികളെ അവനെ കാണിച്ചു കൊടുക്കുന്നു. പിതാവ് മനുഷ്യനെ തിരിച്ച് ജീവിപ്പിക്കുന്നത് പോലെ തന്നെ പുത്രനെ തന്നെ ഇഷ്ടപ്പെടുന്നവരെ ജീവിപ്പിക്കുന്നു. പിതാവ് ബഹുമാനിക്കുന്നത് പോലെ എല്ലാവരും പുത്രനെ ബഹുമാനിക്കാനായിട്ട് പിതാവ് ഒരു വിധി നൽകാതെ ന്യായവിധിയെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പുത്രനെ ബഹുമാനിക്കാത്തവർ അവനെ
ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, എന്റെ വാചകം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവര് നിത്യജീവനുണ്ട്. അവർ ന്യായവിശ്വാസത്തിൽ ഉൾപ്പെടാതെ മരണം വിട്ട ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ സത്യമായും നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം വരുന്നു. അതിപ്പോൾ തന്നെ വാങ്ങുന്നു. എന്തെന്നാൽ പിതാവ് തന്നെ ജീവന പ്രകാരം പുത്രൻ തന്നെ തന്നെ ജീവനായി പാട്ടോണം ഫലം കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ കൂടെ നടത്തുവാനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. എന്തെന്നാൽ അവർ മനുഷ്യപുത്രനാകും. ശവങ്ങളിൽ സ്ഥിതി ചെയ്യുന്നവരെല്ലാം അവന്റെ ശബ്ദം കേൾക്കും. നന്മ ചെയ്ത ജീവന് വേണ്ടി തിന്മ ചെയ്തവർ തന്റെ വിധിക്ക് വേണ്ടി പുനരുദ്ധാനം ചെയ്യുന്ന സമയം വരുന്നു. ഇത് നിങ്ങൾ അനുഭവപ്പെടേണ്ട, നിങ്ങൾക്ക് ചോദ്യം ചെയ്തു. നിങ്ങൾക്ക് എല്ലാവരും സമൃദ്ധി ഉണ്ടായിരിക്കട്ടെ. ശിഷ്ടനെയും
ദൂരം നീ മായുന്നു ഏതേതു തീരങ്ങളിൽ ഉള്ളം കൈ നിൻ കയ്യിൽ ചേരുമ്പോൾ കാലങ്ങൾ പിൻവാങ്ങിയോ കനലായി മാറുന്നു മൗനം ഇനിയില്ല ഈ മണ്ണിലൊന്നും നെഞ്ചോരം നീ മാത്രം ഉയിരേ ഇനിയും വിദൂരേ നീലാത്താരമായി നീ മിഴിച്ചിങ്ങി നിന്നിടുമോ ഞങ്ങളുടെ കർത്താവ് നിത്യതയോടെ നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി, നിനക്ക് സ്തുതി. കർത്താവേ, നിന്റെ കൃപയാലും മഹാകരുണയാലും ഞങ്ങളുടെ പ്രാർത്ഥനയെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. ഞങ്ങളുടെ സഹായത്തിന് വന്ന് ഞങ്ങളുടെ വാങ്ങിപ്പോർക്ക് പാപപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോട് നിന്നുള്ള ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസന് പാപപരിഹാരം നൽകുകയും ചെയ്യണമേ. വാത്സല്യ സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും അന്യോന്യം ധൈര്യപ്പെടുത്തുകയും വാങ്ങിപ്പോരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുകയും മൃതരിൽ നിന്നും കരുണ പിൻവലിക്കരുത്. ഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാഭവനത്തിൽ പോകുന്നതാണെന്നുള്ള കൽപ്പന അനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രജകൾ എന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന ദൈവമായ തിരുവഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിന് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകുമാറാകട്ടെ. കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടങ്ങൾ പരിഹരിക്കുകയും നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടും വെടുപ്പോടും വിശുദ്ധിയോടും കൂടെ നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹാ നിങ്ങൾക്ക് ഉത്തരം നൽകും. ഐശ്വര്യസമ്പൂർണമായ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് കർത്താവ് നിങ്ങളുടെ യാതനകൾക്ക് മറുപടി അയച്ചു തരികയും ചെയ്യും. എന്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വന്ന് ലോകാരംഭങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കായി ഒരുക്കപ്പെട്ടിരിക്കുന്ന ദൈവരാജ്യം അനുഭവിച്ചുകൊള്ളീരെന്നറിൽ ചെയ്ത സന്തോഷദായകമായ ശബ്ദം കേൾക്കുവാൻ ദൈവം നിങ്ങൾക്ക് സംഗതിയാകട്ടെ. നിങ്ങളെ നിങ്ങളുടെ പരേതരെയും തന്റെ ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന മശിഹായുടെ ഈ ദാസന്റെയും പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവ് തന്നെ വലത്ത് വാതി പിടിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവന്റെ കൂടാരം കർത്താവ് സ്ഥാപിച്ച അതേ സ്ഥാനത്ത് തന്നെ ഇവന്റെ വാസവും ആനന്ദവുമായി തീരുമാറാകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ അമ്മയുടെയും നമ്മുടെ പിതാവായ മാർത്തോമാസ്ലിയാടെയും സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിലും ഈ ഭൗമിക സഭയിലും ഇവയെല്ലാം സാധിക്കുമാറാകണമേ എന്ന് നിന്നോട്
അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം തന്റെ ശരണത്തിൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന തന്റെ ദാസനും ആരാധകനുമാകുന്ന ഇവനെ കൃപയോട് ആശ്വസിപ്പിക്കുമാറാകട്ടെ. നമ്മുടെ ഈ കൂട്ടത്തിന്റെ ദൈവത്തിന്റെ കരുണയും രണ്ട് ലോകങ്ങളിലും ഉണ്ടാകുകയും ചെയ്യുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷകൾ പങ്കേറുന്ന നിങ്ങൾ എല്ലാവരെയും ദൈവമായ വാഴ്ത്തപ്പെടുന്നതാകട്ടെ. ദൈവമായ നമ്മുടെ വാങ്ങിക്കൊള്ളുടെ കടങ്ങൾ പരിഹരിക്കുകയും പാപങ്ങൾ മോചിക്കുകയും ചെയ്യുമാറാകട്ടെ. പിതാമത്തുന്ന പരിശുദ്ധമായ കുറ്റമുള്ളതും കുറവുള്ളതുമായ നമസ്കാരങ്ങളും ശുശ്രൂഷകളും ഇവിടുത്തെ സ്വർഗീയ സിംഹാസനത്തിനും പോകുന്നു. കേൾക്കപ്പെട്ടവയെ അംഗീകരിക്കപ്പെട്ടവയാക്കി തീർക്കുമാറാകണമേ. Amen.